സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മഹാഭാരതത്തെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ദൈവം എന്ന് മഹാഭാരതം വളരെ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ഇത് കഥയായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, സോ ഇൻസ്പിറേഷനായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല ഫാക്ട്സായിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തൂക്കി നോക്കി എന്താണ് സത്യം എന്താണ് കള്ളം എന്ന് വിമർശിക്കേണ്ടുന്നവർക്ക് അങ്ങനെയും എടുക്കാം. സോ ഇത് ജസ്റ്റ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഓക്കെ, സോ മഹാഭാരതം എന്ന് പറയുന്നത് ഒരു എപ്പിക്കാണ്. എപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാണം. സോ ഈ പുരാണമാകാൻ കുറേ ഫാക്ടേഴ്സ് വേണം. അതായത് പുരാണം എന്ന് പറയുന്നത് ശരിക്കും മഹാഭാരതത്തിന് 1.8 മില്യൺ വേർഡ്സാണ് ഉള്ളത്. അതേപോലെ ഇത് 4 times ദ ലെങ്ത് ഓഫ് രാമായണത്തേക്കാൾ 4 ഇരട്ടിയുണ്ട് മഹാഭാരതം. അതുമാത്രമല്ല 10,000 അല്ല 1,00,000 ശ്ലോകങ്ങൾ, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ഒരു സംഭവമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ആയിരുന്നാലും ഇത് വളരെ സിമ്പിളായി പല കാര്യങ്ങളും മഹാഭാരതം നമ്മളുടെ കാണിച്ചു തരുന്നുണ്ട്. സോ മഹാഭാരതം എന്ന് പറയുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒരു ഉപമ ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഉപമ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ലൈഫിനെയും അതേപോലെ നമ്മളുടെ എന്ത് കാര്യവും നമുക്ക് താരതമ്യം ചെയ്യാം. സോ മഹാഭാരതത്തിൻ്റെ മെയിൻ കഥ എന്ന് പറയുന്നത് വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കഥയാണ്. സോ രാമായണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാമായണം എന്ന് പറയുന്നത് അതൊരു എപ്പിക് തന്നെയാണ്. എന്നാൽ രാമായണം കുറച്ചും കൂടെ ഒരു ഡിവോഷണൽ ആൻഡ് സ്പിരിച്വൽ ആ ഒരു നേച്ചറാണ് രാമായണത്തിനുള്ളത്. എന്നാൽ അത് രാമൻ്റെ ഒരു പെർഫെക്റ്റ് അവതാരം, അതായത് എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു മനുഷ്യൻ, രാമനെ പറ്റിയുള്ള കാര്യങ്ങളാണ് രാമായണത്തിൽ മുഴുവൻ. സോ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് നറേറ്റീവാണ് നമുക്ക് രാമായണത്തിൽ കിട്ടുന്നത്, അതായത് ഒരു ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഉത്തമ മനുഷ്യൻ. സോ അങ്ങനെയാണ് രാമായണം പോകുന്നത്. എന്നാൽ നമ്മളുടെ മഹാഭാരതം ആയിക്കോട്ടെ, മഹാഭാരതം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. അതിൻ്റെ ഒരു സ്റ്റോറി ലൈനും അതിൻ്റെ ഒരു ക്യാരക്ടേഴ്സും. അതുമാത്രമല്ല ഒരു ഗ്രേ ഷെയ്ഡ് ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതായത് നമുക്കറിയാം മനുഷ്യൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒന്ന് വൈറ്റ് ഉണ്ട്, ഒന്ന് ബ്ലാക്ക് ഉണ്ട്. സോ അതായിരിക്കും ആൾക്കാർ കൂടുതലും കഥകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളത്, അതായത് ഒരു വില്ലൻ ഒരു നായകൻ. എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ളൊരു സംഭവമുണ്ട്, ഗ്രേ. വില്ലനുമാണ് അതേസമയം നായകനുമാണ്. സോ അതേപോലത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ മഹാഭാരതത്തിലൂടെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മഹാഭാരതമാണ്. അതുകൊണ്ട് തന്നെ അത് കുറേ കാര്യങ്ങൾ, അതായത് നമ്മളുടെ ലൈഫിനെ പറ്റി, പൊളിറ്റിക്സിനെ പറ്റി, യുദ്ധത്തെ പറ്റി, അതേപോലെ ആത്മീയതയെ പറ്റി, പിന്നെ റിലേഷൻഷിപ്സിനെ പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണെങ്കിലും ഏറ്റവും അവസാനം ഇത് വന്ന് നിൽക്കുന്നത് ഒരു യുദ്ധം, കുരുക്ഷേത്ര വാർ എന്ന് പറയുന്നൊരു വലിയ യുദ്ധത്തിലൂടെയാണ്. സോ അവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് പാണ്ഡവർ, രണ്ടെന്ന് പറയുന്നത് കൗരവർ. സോ ഇവർ തമ്മിലുള്ളൊരു യുദ്ധമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. സോ ഇവർ തമ്മിൽ യുദ്ധം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പാണ്ഡവരുടെ സൈഡ് നോക്കുകയാണെങ്കിൽ പാണ്ഡവർ ശരിക്കും 5 പേരേ ഉള്ളൂ, 5 persons. സോ അതിനകത്ത് തന്നെ ഭീമനും അതേപോലെ അർജുനനും, അർജുനനാണ് അവരുടെ പ്രധാന യോദ്ധാക്കൾ. സോ ബാക്കിയുള്ള 3 പേരും അത്രയും വലിയൊരു കഴിവ് തെളിയിച്ച ആളുകളല്ല. എന്നാൽ ഭീമനും അർജുനനും വളരെ പ്രഗത്ഭരായിട്ടുള്ള യോദ്ധാക്കളാണ്. പിന്നെ അവരുടെ കൂടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് പിന്നെ അവരുടെ കൂടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് 7 അക്ഷണികളാണ്. അക്ഷണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 അക്ഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണക്കാണ്. നമ്മുടെ യുദ്ധത്തിൽ ഇത്രയും തേരുകൾ അല്ലെങ്കിൽ ഇത്രയും ആനകൾ. സോ ഒരക്ഷണി എന്ന് പറയുന്നത് എത്ര? 21,000 അങ്ങനെ ഒരു കണക്കുണ്ട്. സോ 21,877 തേരുകളും
21,170 ആനകളും അതേപോലെ 65,610 കുതിരകളും അതേപോലെ 1,09,350 കാലാൾ പടകളുമാണ് ഒരക്ഷണി എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരക്ഷണി. സോ പാണ്ഡവർക്കുണ്ടായിരുന്നതെന്ന് പറയുന്നത് 7 അക്ഷണികളാണ്, 7 അക്ഷണി. എന്നാൽ കൗരവർക്കാകട്ടെ 11 അക്ഷണികളുണ്ട്. അക്ഷണി, ഓക്കെ. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആർക്കാണ് ശക്തിയാണെന്നത്. കൗരവർക്കാണ് ഈ ഒരു അവസരത്തിലും ശക്തി കൂടുതലുള്ളത്. സോ ഇനി നമ്മൾ നോക്കേണ്ടുന്ന കാര്യം ഇവരുടെ കൂടെ ആരൊക്കെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ആരൊക്കെയാണ് അവരുടെ സൈഡിൽ നിന്നുള്ളതാണ്. സോ ഇവരുടെ ലീഡർ എന്ന് പറയുന്നത് ഭീഷ്മയാണ്, ഭീഷ്മ പിതാമഹൻ. അതേപോലെ കർണൻ, അതേപോലെ ദുര്യോധനൻ. സോ ഇവർ 100 പേര് ഉണ്ട്. അതുപോലെ തന്നെ ഭീഷ്മനും കർണനും എല്ലാം ഇവരുടെ പ്രധാന യോദ്ധാക്കളാണ്. ഇനി പാണ്ഡവരെ സംബന്ധിച്ചാണെങ്കിൽ അർജുന ഭീമനാണ് മെയിൻ ഇവരുടെ യോദ്ധാക്കൾ. അതേപോലെ തന്നെ 7 അക്ഷണികളാണ് ഇവർക്കുള്ളത്. അതേപോലെ ഇവരുടെ കൂടെയുള്ളതെന്ന് പറയുന്നത് ധൃതരാഷ്ട്രമാണ് ഇവരുടെ ദൃഷ്ടിയും സോ ഇങ്ങനെ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ പാണ്ഡവർക്ക് തന്നെയാണ്. ഇത് കഥ എപ്പോഴാണ് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ എൻട്രി ചെയ്യുന്നതോടുകൂടിയാണ് ഈ കഥ മാറുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അത് മാത്രമല്ല, അർജുനൻ എന്ന് പറയുന്നത് വളരെ സെൽഫ് ഡൗട്ടുള്ളൊരു യോദ്ധാവാണ്. സോ വളരെ കാര്യങ്ങൾക്കും അർജുനൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നതായിട്ട് നമുക്ക് യുദ്ധത്തിൽ കാണാൻ സാധിക്കും. സോ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിച്ച് അർജുനൻ്റെ ശ്രദ്ധ യുദ്ധത്തിൽ നിന്ന് പോകുമ്പോഴെല്ലാം കൃഷ്ണൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉത്തരങ്ങൾ വളരെ പ്രധാനമാണ്. സോ നമ്മളിത് നമ്മളുടെ ഒരു ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ, സോ നമ്മളും വലിയ വലിയ യുദ്ധങ്ങൾ ഓരോരുത്തരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ മേഖലകളിൽ. നമ്മൾക്കും സെൽഫ് ഡൗട്ട്. അതേപോലെ ശരിക്കും അർജുനൻ്റെ ചോദ്യങ്ങളിലൊക്കെ പറയുന്നത് വളരെ വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. സ്വന്തം സഹോദരങ്ങൾക്കെതിരെയാണോ യുദ്ധം ചെയ്യുന്നത്, അതുപോലത്തെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ അതിലെല്ലാം പതറിപ്പോകുന്നത് നമുക്ക് അർജുനനെ കാണാൻ സാധിക്കും. സോ എന്നാൽ കൃഷ്ണൻ ഇതിനെല്ലാം വളരെയധികം വലിയ ഉത്തരങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ അർജുനനെ തിരിച്ചു കൊണ്ടുവരികയാണ്, ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുന്നത്. സോ നമ്മളുടെയും ജീവിതത്തിൽ ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മൾ പകച്ചു പോകുന്ന പല സന്ദർഭങ്ങളും നമ്മൾക്കുണ്ടാകാം. സോ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മളുടെ തേര്, സോ നിങ്ങൾ ആ ഒരു ഫോട്ടോ കണ്ട് കാണും, കൃഷ്ണനാണ് തേര് നയിക്കുന്നത്. സോ കൃഷ്ണൻ, ഒരു കഥ തന്നെയുണ്ട്, കൃഷ്ണ വേഴ്സസ് പാണ്ഡവ ആൻഡ് അർജുന. പാണ്ഡവരും കൗരവരുമായി യുദ്ധം നടത്തിയപ്പോൾ ശക്തി പരീക്ഷണം ചെയ്ത് ഒറ്റ നിമിഷത്തിനുള്ളിൽ നമ്മൾ കൃഷ്ണൻ ഉണ്ടാകുകയാണ് ചെയ്തത്. സോ കൃഷ്ണൻ അതുകൊണ്ട് നേരിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. കൃഷ്ണൻ അർജുനനുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അർജുനൻ്റെ സഹായത്തോടാണ് യുദ്ധം ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒത്തിരി യുദ്ധങ്ങൾ നേരിടേണ്ടി വരാം. സോ ഒത്തിരി സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ വരാം. സോ ഇതിനകത്ത് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള സെൽഫ് ഡൗട്ടാണ്. സോ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു സെൽഫ് ഡൗട്ട്, ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് വ്യക്തവും ശക്തവുമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സംഭവം വേറെ കാണത്തില്ല. അതേപോലെ നമ്മളും നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടുന്ന അവസരങ്ങൾ വരാം. സോ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾക്ക് ദ പ്രസൻസ് ഓഫ് ഗോഡ്. സോ നമ്മൾ ദൈവത്തെ മുന്നിലിരുത്തി നമ്മളുടെ തേര് നയിക്കുകയാണെങ്കിൽ
അത് വിജയമാണെങ്കിലും തോൽവിയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ മഹാഭാരതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. സോ പുതിയൊരു വീഡിയോ കാണുന്നത്. ബൈ.